ഞാൻ വീണ്ടും തല പൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു. അവൻ എന്നോട്, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. അത് അവൻ്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്നതായ ഒരു എഫാ എന്ന് അവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യമെന്നും അവൻ പറഞ്ഞു. പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫായുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. അത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഏഫായുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടിച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫായെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, അവർ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിന് അവർ, ശിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.